ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷേബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് 10 മിനിറ്റിൽ പഴമൊന്നും ചേർക്കാതെ തന്നെ നല്ല രുചിയിൽ പുറം ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ അകം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലോട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടി, ഇടിയപ്പപ്പൊടി, പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതായത് പാക്കറ്റിൽ മേടിക്കുന്ന അരിപ്പൊടി. 1/2 കപ്പ് മൈദ, 1/4 കപ്പ് റവ, വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. 2 നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തതാ. ഇതിപ്പം ചെറിയൊരു ചൂടേ ഉള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. പോരാത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ കട്ട കെട്ടാതെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഞാൻ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ലൂസും അല്ല, ഒന്ന് ഒരുപാടങ്ങ് കട്ടിയല്ല, ഈ ഒരു രീതിയിൽ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചതൊന്ന് ഇട്ട് കൊടുക്കണം. ഞാൻ 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒന്ന് വറുത്തെടുത്തത്, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റവ ചേർത്തുകൊണ്ടിരിക്കും തോറും ഇച്ചിരി ഒന്ന് കട്ടിയാകും. വെള്ളം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഏകദേശം ആകുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്, ശകലം കൂടെ. ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കാം. അപ്പം നിങ്ങൾ നോക്കണം മാവിൻ്റെ പരുവം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കറക്റ്റ് പരുവത്തിൽ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ചേർക്കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിലിരുന്നാൽ മതി. ഉണ്ണിയപ്പക്കാര വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്, അത്യാവശ്യം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഈ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പകുതി ആദ്യം മിഡിൽ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നിറച്ചൊഴിച്ചു കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പവും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം. ഇത് സോഫ്റ്റായിട്ടും ഉണ്ട്, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.